ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ജീവിത പരീക്ഷണങ്ങളിൽപ്പെട്ട് വേദന അനുഭവിക്കുമ്പോഴും എങ്ങനെ സത്യധർമാദികളെ കൈവെടിയരുന്ന് രാമൻ നമുക്ക് കാട്ടിത്തരുന്നു. ഇപ്പോൾ രാമൻ കാട്ടിപ്പോവുക എന്നുള്ളത് ഒരു പ്രതിസന്ധി കാലഘട്ടമാണ്. കല്ലും മുള്ളും ചവിട്ടി പ്രതിനിധികൾ മറികടന്നാണ് പോയെങ്കിലും അതെല്ലാം എല്ലാത്തിനെയും വിജയിപ്പിക്കുകയും അവസാനം എല്ലാം വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വരാം. ഇതുപോലെ നമ്മൾ ശ്രമിക്കണം. ഒരു കഥ ഓർക്കുകയാണ്. ഒരു കുട്ടി പറയാണ്, ഞാനിനി സ്കൂളിൽ പോകത്തില്ല എന്താ, എനിക്ക് ചിലരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്, അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കൊണ്ട് പോകില്ല. നീ ഒരു കാര്യം ചെയ്യ്, സ്കൂളിൽ പോകാതിരിക്കണ്ട, സ്കൂളിൽ നിന്ന് വന്നാൽ കുറച്ച് സമയം മോൻ നിനക്ക് ദേഷ്യം തോന്നാടെ രൂപം വരയ്ക്കണം, അങ്ങനെ ഒന്ന് മോൻ വരയ്ക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. വരച്ചിട്ട് അമ്മയെടുത്ത് കൊണ്ടൊക്കെ കാണിക്കണം പറയും. വരച്ച് പിന്നെ സാറിനോട് ദേഷ്യമാണെന്ന് പറയും. സാറെന്നെ ചെയ്യാത്ത കുറ്റത്തിന് ചീത്ത വിളിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ രൂപം വരയ്ക്കുമോനെ വരച്ചു. പിന്നെ അച്ഛനോട് ദേഷ്യമാണ്, അച്ഛൻ്റെ രൂപം വരയ്ക്കാൻ വരച്ചു. ഇത് അമ്മ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം എല്ലാം അമ്മ മേടിച്ച് വെച്ച് പറഞ്ഞു, മോനെ വരച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും ഉള്ളിൽ നിന്ന് പുറന്നോട്ട് മാറിയില്ല. അപ്പോൾ വിളിച്ച് സാറ് പറഞ്ഞ്, നിനക്ക് നല്ല കഴിവുണ്ട്, ഞാൻ അന്വേഷിച്ചിരുന്നു, അത് ഉണർത്താൻ വേണ്ടിയാണ് വഴക്ക് പറഞ്ഞായിട്ടാണ് ഞാൻ അറിഞ്ഞത്. നീ വരച്ചെന്ന് കൂട്ടുകാരെ പിടിച്ച് ഞാൻ അവരോട് ചോദിച്ച് പറഞ്ഞ്, ഞങ്ങൾക്ക് സ്നേഹമാണ്, പക്ഷേ ചില കുശി ഞങ്ങളെ ഞോണ്ടും നടക്കുമ്പോൾ ഇടിച്ച് പോകത്തുള്ളൂ, അതുകൊണ്ടാണ് അവർ ദേഷ്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അമ്മ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ചിത്രവും കൊണ്ട് ചെന്ന് പിറ്റേ സ്കൂളിൽ കൊണ്ട് അമ്മ കാണിച്ച്, പടം കൊണ്ടിരുന്ന അമ്മ കൂട്ടുകാരെ എല്ലാം കാണിച്ചു കൊടുത്ത്, സാറിനെയും കാണിച്ചു കൊടുത്ത്, അച്ഛനെയും കാണിച്ചു കൊടുത്ത്, നിങ്ങളുടെയൊക്കെ രൂപം എൻ്റെ മുമ്പ് വരച്ചിട്ടുണ്ടെന്ന് കണ്ട കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷമായി. ഇവരിൽ നിന്ന് ഒത്തിരി പെണ്ണ് കിട്ടിയ കുട്ടികളായിരുന്നു. ഇപ്പം സ്കൂളിലോട്ട് ചെയ്തപ്പോൾ കുട്ടികളെല്ലാം ഓടുന്ന് കെട്ടിപ്പിടിക്കുക ടീച്ചർ, കാരണം അവരുടെ രൂപം വരച്ചിരിക്കുകയല്ലേ. ഭയങ്കര സന്തോഷമായി. എല്ലാ സാറും വളരെ സ്നേഹമായി. പക്ഷെ അപ്പം കണ്ണു തെള്ളി നിന്നു. പിന്നെ ഭയങ്കര സന്തോഷമായി. അപ്പം അമ്മ മോനോട് ദേഷ്യം ഉണ്ടായ സമയത്ത് സ്നേഹത്തോട് സംസാരിക്കാനും പെരുമാറാനും വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ദേഷ്യം മാറി, അത് സ്നേഹമായി മാറുകയും ചെയ്തു. അമ്മ പറഞ്ഞു കൊടുത്ത് തന്നെ തെറ്റ് കാണാനും തിരുത്താനും കഴിഞ്ഞു. അവസാനം മറ്റവരെല്ലാം ഫ്രണ്ട്സുമായി. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതും നമ്മുടെ മനസ്സിനെ ബന്ധത്തിൽ സൃഷ്ടിക്കുന്നു. മനസ്സാണ് ഇത് രണ്ടും കാണാം. അല്പസമയം ക്ഷമിച്ചാൽ നമ്മളെ കാണാനുള്ള കണ്ണാടിയാണ് ഇവരെല്ലാം. അപ്പോൾ ആ ഒരു ഭാവത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതുപോലെ ഓരോ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും നമ്മളെങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഓരോ പാഠങ്ങൾ നമ്മളിൽ നിന്നൊക്കെ എടുക്കേണ്ടത്. രാമായണം ഒരു സാഹിത്യകൃതി മാത്രമാണ്, ഈ ലോകത്ത് ജീവിച്ച ഒരാളുടെ ചരിത്രമല്ല എന്ന് പറയുന്നവരുണ്ട്. അനേക രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആരാധനയുടെയും ഭാഗമായി തീർന്ന ഏതെങ്കിലും ഒരു സാഹിത്യകൃതി ലോകത്തിലുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരൊറ്റ സാഹിത്യകൃതി പോലും എടുത്തു കാട്ടാൻ ആർക്കും കഴിയില്ല. ജീവിച്ചിരുന്ന വ്യക്തികളുടെ ചരിത്രം മാത്രമാണ് ലോകത്ത് അത്ര മഹത്തായ സ്വാധീനം ഉണ്ടാക്കുന്നത്. നൂറ്റാണ്ടുകളിലൂടെ ജനമനസ്സുകളെ ആകർഷിക്കാനും
ശുദ്ധീകരിക്കാനും രാമൻ്റെ ചരിത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ സങ്കല്പത്തിലുള്ള ആ മഹാപുരുഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വാൽമീകി വ്യക്തമാക്കുന്നുണ്ട്. ധർമ്മജ്ഞനായിരിക്കണം, സത്യം മാത്രം പറയുന്നവനായിരിക്കണം, ദൃഢവ്രതനായിരിക്കണം, എല്ലാ ജീവജാലങ്ങളോടും ദയവുള്ളവനായിരിക്കണം, വീരൻ ആയിരിക്കണം, സർവശാസ്ത്രങ്ങളും അറിയുന്നവനായിരിക്കണം, ജിതേന്ദ്രിയൻ ആയിരിക്കണം. അങ്ങനെ അനേക ഗുണങ്ങൾ. അങ്ങനെ ഒന്നോ രണ്ടോ ഗുണങ്ങൾ ഉണ്ടായാൽ തന്നെ ഒരാൾ മഹാപുരുഷനാകും. എന്നാൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരാളുണ്ട്, അതാണ് രാമൻ. അതാണ് നാരദൻ്റെ മറുപടി. ധർമ്മത്തിൻ്റെ മൂർത്തി, മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെയാണ് രാമനെ അറിയപ്പെടുന്നത്. ഒരു ഉത്തമ ഭരണാധികാരിക്ക് ഭരണം ഒരു തപസ്സാണ്, ഈശ്വരപൂജയാണ്, നാടിനോടുള്ള ആത്മസമർപ്പണമാണ്. രാമൻ്റെ ഭരണവും അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. ഏറ്റവും ഉത്തമമായ ഭരണത്തിൻ്റെ പര്യായമായി തീർന്നു രാമരാജ്യം എന്നത്. മനുഷ്യ ദുഃഖങ്ങളും സങ്കടങ്ങളും ജീവിതത്തിലൂടെ എടുത്തു കാട്ടിയ രാമൻ ഒരു മനുഷ്യനാണ്, ഈശ്വരാവതാരമല്ല എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഈശ്വരാവതാരമാണെങ്കിലും സമൂഹത്തിലൊരു സാധാരണ മനുഷ്യനെ പോലെ ഇടപെട്ടാൽ മാത്രമേ മറ്റുള്ളവർക്ക് അവരോട് അടുക്കാനും അവരുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം നേടാനും കഴിയൂ. മനുഷ്യൻ ഈശ്വരപദത്തിലേക്ക് എങ്ങനെ ഉയരണമെന്ന് കാട്ടിത്തരാൻ തന്നെയാണ് ഈശ്വരൻ മനുഷ്യനെ അവതരിക്കുന്നത്. മനുഷ്യനായി അവതരിക്കുമ്പോൾ മാനുഷികമായ പരിമിതികൾ ഈശ്വരൻ പ്രകടമാക്കും. ഒരു ജീവാത്മാവ് എങ്ങനെ പൂർണ്ണതയിലേക്ക് ഉയരണമെന്ന് പരമാത്മാവ് തന്നെ കാട്ടിത്തരുന്നതാണ് രാമായണം.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. I humbly bow down at Amma's lotus feet. My namaskarams, loving greetings to all of Amma's children from the Americas, Europe, Australia, India, and other parts of the world. This is our second meeting. Though we use the medium of the internet, I believe that this is a real meeting of hearts, as Amma puts it. Yes, separated by the barriers of place and time, we are physically far away. However, the mantra of our heart's mantra is one. There is an old song, right? I think I have heard this song when during the First World Tour, maybe the Second World Tour. Some of you might remember this song. Listen, listen, listen to my heart's song. I will never forget you. I will never forsake you. So listen, listen, listen to my heart's song. Amma, I love you. Amma, I love you. Amma, I love you. That is it. That's the mantra. That's the mantra constantly ringing in our hearts. Am I right? Yes. When Amma's children are physically distant, their hearts become closer. So, dear brothers and sisters, I'm indeed grateful for your distant yet tangible presence. I do really feel your presence. And this opportunity is very precious, especially in these trying times. And let me introduce the topic now. Learn to surrender and be fearless. Fear and anger are two emotions that shake the very root of our soul. The only difference between the two is that fear is inactive energy and anger is its active state. When boiling with anger, even a physically weak person becomes very strong. Correct? Even a couple of well-built people will be insufficient to control an angry person from doing something hazardous. Anger is almost like a tempest, like an earthquake. And in fear, you move to the other extreme, you become completely frozen and petrified. Fear arises when there is a threat or harm. It could be physical, emotional, or psychological, regardless of whether it is real or imagined. And there are many triggers for fear, such as heights, public speaking, snakes, spiders, cockroaches, and death and dying. The thing is, any form of energy can neither be created nor destroyed, but it can be modified and transformed. It can be modified and transformed. In other words, you may want to get rid of fear, but it cannot be eradicated. Then, the only way out is
transformation. And how do we transform the energy of fear, the energy of anger, the energy of confusion? Use understanding. Understanding. It's not a small word. It's a profound word. It's not the understanding that we use in our everyday life, in our everyday interactions. So use understanding to transform your fears into courage, love, surrender, and fearlessness. So just as understanding is the key to move deeper into love, understanding is the path that leads you to uproot fear. So what am I supposed to do when I am in the clutches of fear? The answer is do nothing. Do nothing, just meditate. Be a witness. In other words, surrender and let the emotion pass by. It has to go and it will. And this is why Amma keeps reminding us meditation is as precious as gold. It will give us material prosperity and spiritual upliftment. Why? Because we are dissipating tremendous energy. And once that energy is channeled properly, when that energy is used to transform, it becomes tremendous positive energy, uplifting energy. The words surrender and fearlessness are quite familiar to all of us. And most of you have gathered a lot of information about surrender and fearlessness from various books and speakers. While a certain amount of information will help, too much information can hamper our journey towards surrender and fearlessness, especially when someone is not a selective reader and listener. Here, knowledge signifies the process of gathering information without using discernment, viveka. So when we chase after knowledge without exercising proper discernment, we are in fact flinging more and more trash over the inherent divinity within us, thereby destroying our inner capacity to surrender.